ഈ കിതാബ് ഹൂദൻ വറഹ്മത്തൻ ലിൽ മുഹ്സിനീൻ എന്നാണ്. അല്ലെങ്കിൽ ഈ ആയത്തുകൾ അതെന്താണ്? ഹുദൻ വറഹ്മത്തൻ ലിൽ മുഹ്സിനീൻ. ഇതിനെ ഹാൽ എന്നാണ് പറയുക വ്യാകരണ പ്രകാരം. അത് ഹുദയായ നിലക്ക്, റഹ്മത്തായ നിലക്ക്. ആർക്ക്? ലിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക്. എന്താ പറഞ്ഞേ? ഇവിടെ പിന്നെ ഹുദൻ എന്ന് പറഞ്ഞാൽ ഹിദായത്ത് ആയ നിലക്ക്, സന്മാർഗമായ നിലക്ക്. റഹ്മത്തൻ എന്ന് പറഞ്ഞാൽ റഹ്മത്തായ നിലക്ക്. ഈ ആയത്തുകളുടെ അവസ്ഥ പറയാണ്, ഹാല് പറയാണ്. വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ അത് ഹുദയാണ്. ഹുദ എന്ന് പറഞ്ഞാൽ വലാലത്തിൽ നിന്ന്, വഴികേടിൽ നിന്ന് സന്മാർഗം, വഴികേടിൽ നിന്ന് സന്മാർഗം പ്രാപിക്കുവാനുള്ള ആയത്തുകളാണ്. അതിന് ആ അവസ്ഥയിലുള്ള വചനങ്ങളാണ്. പിന്നെ റഹ്മത്തൻ, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അദാബിൽ നിന്ന് റഹ്മത്ത്, അദാബിൽ നിന്ന് രക്ഷപ്പെട്ട് റഹ്മത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്താനുള്ള ആയത്തുകളാണ് ഈ ആയത്തുകൾ. ആളുകൾക്ക് സന്മാർഗം, വഴികേടിൽ നിന്ന് രക്ഷപ്പെടാൻ, അതേപോലെ ആളുകൾക്ക് റഹ്മത്ത്, അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ ഖനിയുന്ന, സമ്മാനിക്കുന്ന ആയത്തുകളാകുന്നു ഇവ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പക്ഷേ വിശുദ്ധ ഖുർആൻ്റെ സന്മാർഗ ദർശനവും വിശുദ്ധ ഖുർആൻ്റെ റഹ്മത്തും അത് ആർക്കാ? അതിലിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്കാ. മുഹ്സിനീങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ്റെ ഹുദ കിട്ടൂ, ഫലിക്കൂ. അതേപോലെ വിശുദ്ധ ഖുർആനാകുന്ന റഹ്മത്ത് അത് ലഭിക്കുക, ഫലിക്കുക മുഹ്സിനീങ്ങൾക്കാണ്. അപ്പോൾ ആരാണ് മുഹ്സിൻ? ആരാ മുഹ്സിൻ? മുഹ്സിനീൻ ആര് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അല്ലദീന യുഖീമൂന സ്വലാത്ത വയുത്തൂന സകാത്ത വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ശരിയാണ്. അപ്പോൾ അല്ലിൽ മുഹ്സിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ കുറേ തപ്പി പോകേണ്ട കാര്യമല്ലേ. അല്ലദീന, മുഹ്സിനീൻ എന്ന് പറഞ്ഞാൽ അവർ എങ്ങനെയുള്ളവരാണ്? യുഖീമൂന സ്വലാ, അവർ നിസ്കാരം യഥാവിധം നിലനിർത്തുന്നു. വയുത്തൂന സക, അവർ സകാത്ത് നൽകുന്നു. വഹും, അവർ ബിൽ ആഖിറതി ഹും യൂഖിനൂൻ, ആഖിറത്തിൽ അവർ യഖീനുള്ളവരാണ്. ഇന്ന് കുറച്ച് പറയേണ്ട ഒരു വിഷയമാണ് ഇതിൽ. മുഹ്സിനീൻ എന്ന് പറഞ്ഞാൽ ഇവരും മാത്രം അല്ല. മുഹ്സിൻ എന്ന് പറഞ്ഞെങ്കിൽ എന്താ? ഇഹ്സാൻ, അൽ ആമിലു ലിൽ ഹസനാത്ത് എന്നാണ്. അൽ ആമിലു ലിൽ ഹസനാത്ത് പറഞ്ഞേ. ആമിൽ എന്നാണ് എന്താ? പ്രവർത്തിക്കുന്നവൻ. എന്ത് പ്രവർത്തിക്കുന്നവൻ? ലിൽ ഹസനാത്ത്, ഹസനാത്ത് പ്രവർത്തിക്കുന്നവൻ എന്നാണ്. ഹസനത്തുകൾ പ്രവർത്തിക്കുന്നവനാണ് ആര്? മുഹ്സിൻ. പിന്നെ ഒരു മുഹ്സിൻ്റെ നിർവചനമുണ്ട്. അതെന്താ? ഇഹ്സാൻ ഉണ്ടല്ലോ. ഇഹ്സാൻ എന്ന് പറഞ്ഞെങ്കിൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക്. നീ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹ് നിന്നെ കാണുന്നുണ്ട്. ആ ബോധ്യത്തിൽ നീ നിസ്കരിക്കണമെന്നാണ്. ചില നിവേദനങ്ങളിൽ അൻ തഖ്ശല്ല, നീ അള്ളാഹിനെ പേടിക്കണമെന്നാണ്. ചില നിവേദനങ്ങളിൽ അൻ തഅമല ലില്ലാഹ്, നീ അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ്. നീ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് പണിയെടുക്കണം, പ്രവർത്തിക്കണം. എങ്ങനെ പ്രവർത്തിക്കണം? അള്ളാഹ് നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി. നീ അങ്ങോട്ട് കാണുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് കാണുന്നുണ്ട്. അതാണ് ഇഹ്സാൻ. അതാണ് അള്ളാഹുവിനോടുള്ള ഇഹ്സാൻ. പിന്നെ പടപ്പുകളോടുള്ള ഇഹ്സാൻ എന്താ? പടപ്പുകളോട് ഇഹ്സാൻ എന്നാൽ പടപ്പുകളോട് പെരുമാറ്റം മാന്യം, മൃദുലം. അറക്കണോടത്തല്ലേ പറഞ്ഞ്? ഒരു വ്യക്തി അറക്കാൻ വേണ്ടിയിട്ട് ആടിനെ കടത്തിയിട്ടുണ്ട്. അങ്ങനെ കിടത്തി ആടിനെ കിടത്തിയിട്ട് ഇവൻ അതിൻ്റെ മുകളിൽ കാല് വെച്ചിരിക്കുന്നു. എന്നിട്ട് മൂപ്പര് ഈ ആടിൻ്റെ മുന്നിൽ നിന്ന് കത്തി തേക്കുകയാണ്, കത്തി മൂർച്ച കൂട്ടുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കാണുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എത്ര തവണ അതിനെ അറക്കാനാണ് നിൻ്റെ ഉദ്ദേശം? എത്ര തവണ അതിനെ അറക്കാനാണ് നിൻ്റെ ഉദ്ദേശം? കാരണം എന്താ? ഇത് കൊല്ലലാണ്. അതിന് മുന്നിലിട്ടിട്ട് ഇത് മൂർച്ച കൂട്ടുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ മുഹ്സിനുൻ യുഹിബ്ബുൽ ഇഹ്സാൻ. അള്ളാഹു മുഹ്സിനാണ്, അള്ളാഹു ഇഹ്സാൻ ഇഷ്ടപ്പെടുന്നു. ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖത്ല, നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ നല്ല നിലക്ക് കൊല്ലുക. വഇദാ ദബഹതും ഫഅഹ്സിനു ദിബ്ഹ, അറക്കുകയാണെങ്കിൽ നല്ല നിലക്ക് അറക്കുക. എന്നിട്ട് പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് അറക്കേണ്ടത്.
കെട്ടി തള്ളിടുന്നതിന് മുമ്പ് കത്തി മൂർച്ച കൂട്ടണം. കെട്ടി തള്ളിയിട്ട് ഉടനെ അറുക്കണം. അറുത്തിട്ട് അതിൻ്റെ ജീവൻ പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ മേത്തുനിന്ന് കാലൊക്കെ എടുത്തിട്ട് അതിനെ ജീവൻ മര്യാദയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വിടണം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നാണ്. അപ്പോൾ ഈ പടച്ച റബ്ബിനോടുള്ള ഇഹ്സാൻ നമ്മൾ പറഞ്ഞു, പടപ്പുകളോടുള്ള ഇഹ്സാൻ അത് മൃഗങ്ങളോട് വരെ. അതൊക്കെ പ്രവർത്തിക്കുന്നവനാണ് ആര്? ആര്? മുഹ്സിൻ. അത് ഞാൻ പറഞ്ഞത്, ഇഹ്സാൻ ഏതിൽ പരിമിതമല്ല? നിസ്കാരത്തിലും സക്കാത്തിലും ആഖിറത്തിലുള്ള യഖീനിലും പരിമിതമല്ല. ഇഹ്സാൻ്റെ ഗണം അത് വിശാലമാണ്. അൽ ആമിലു ലിൽ ഹസനാത്ത്, ഹസനാത്ത് പ്രവർത്തിക്കുന്നവൻ എന്നാണ് ചില തഫ്സീറുകൾ പറഞ്ഞത്.